നമസ്കാരം. ബംഗാളിന്റെ മണ്ണിൽ നിന്ന് പുതിയൊരു ചരിത്രം കുറിക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി ബംഗാളിനെ പിന്നോട്ടടിച്ച അഴിമതിയുടെയും അക്രമത്തിന്റെയും പര്യായമായി മാറിയ മമതാ ബാനർജി സർക്കാരിന്റെ അന്ത്യത്തിനിന്ന് കൊൽക്കത്തയിൽ അമിത്ഷാ തുടക്കമിട്ട് കഴിഞ്ഞു. മമതയുടെ 15 വർഷത്തെ പാപക്കറകൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്ന 40 പേജുള്ള ഒരു മരണപത്രമാണ് അദ്ദേഹം പുറത്തിറക്കിയത്. ഈ കുറ്റപത്രം വായിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ചോദിച്ചു പോകും, ഇത്രയും കാലം മമത നമ്മളെ ഇങ്ങനെയാണോ പറ്റിച്ചത് എന്ന്. അഴിമതിയുടെ കാര്യത്തിൽ നൊബേൽ സമ്മാനം കൊടുക്കണമെങ്കിൽ അത് തൃണമൂൽ നേതാക്കൾക്ക് തന്നെ നൽകണം. പാർത്ഥ ചാറ്റർജിയുടെയും അനുബന്ധ നേതാക്കളുടെയും വീട്ടിൽ നിന്ന് ED പിടിച്ചെടുത്ത കോടികളുടെ നോട്ടുകെട്ടുകൾ നാം കണ്ടതാണ്. ഈ പണമൊക്കെ ആരുടേതാണ്? ബംഗാളിലെ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകന്റെയും വിയർപ്പിന്റെ പണമാണ് മമതയുടെ ശിങ്കടികൾ സ്വന്തം സുഖങ്ങൾക്കായി ഉപയോഗിച്ചത്. കേന്ദ്രം നൽകുന്ന വികസന ഫണ്ടുകൾ പോലും ദീദിയുടെ സിൻഡിക്കേറ്റുകൾ മുക്കി. പാവങ്ങൾക്ക് ലഭിക്കേണ്ട റേഷൻ സാധനങ്ങൾ മുതൽ പ്രകൃതിക്ഷോഭത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സഹായം വരെ തൃണമൂൽ ഗുണ്ടകൾ അടിച്ചുമാറ്റി. എന്നിട്ടും വലിയ വായിൽ ജനസേവനത്തെക്കുറിച്ച് സംസാരിക്കാൻ ദീദിക്ക് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ബംഗാളിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയും. സന്ദേശ് കാലിയിൽ നടന്ന ക്രൂരതകൾ നാം മറന്നിട്ടില്ല. സ്ത്രീകളെ പീഡിപ്പിക്കാനും തട്ടിക്കൊണ്ടുപോകാനും തൃണമൂൽ നേതാക്കൾക്ക് ദീദി നൽകിയ മൗനാനുവാദം ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. BJP പ്രവർത്തകർ ഓരോ ദിവസവും കൊല്ലപ്പെടുമ്പോൾ, നമ്മുടെ സഹോദരിമാർ തെരുവുകളിൽ ആക്രമിക്കപ്പെടുമ്പോൾ മമതാ ബാനർജി പോലീസ് സേനയെ നോക്കുകുത്തിയാക്കി നിർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യുകയായിരുന്നു. കൊലപാതകവും അക്രമവുമാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന തൃണമൂൽ ഗുണ്ടകൾക്ക് അമിത്ഷാ ഇന്ന് നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. നിങ്ങളുടെ കാലം കഴിഞ്ഞു. നിയമത്തെ വെല്ലുവിളിക്കുന്ന ഓരോ ഗുണ്ടയെയും അഴിമതിക്കുള്ളിലാക്കുന്ന കാലം വിദൂരമല്ല. BJP പ്രവർത്തകർ ഒഴുക്കിയ ഓരോ തുള്ളി രക്തത്തിനും ബംഗാളിലെ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകും. മമതയുടെ മറ്റൊരു പ്രധാന തന്ത്രമാണ് പ്രീണന രാഷ്ട്രീയം. വോട്ട് ബാങ്കിന് വേണ്ടി വിദേശി കുടിയേറ്റക്കാരെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ദീദി ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. രാജ്യവിരുദ്ധ ശക്തികൾക്ക് താവളമൊരുക്കി ബംഗാളിനെ വിഘടനവാദികളുടെ കേന്ദ്രമാക്കി മാറ്റാനാണ് മമത ശ്രമിക്കുന്നത്. ഹൈന്ദവ ആചാരങ്ങൾക്കും പൂജകൾക്കും തടസ്സം നിൽക്കുന്ന സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നിയമം കയ്യിലെടുക്കുകയാണ്. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ ഇന്ന് ഉണർന്നു കഴിഞ്ഞു. മമതയുടെ ഈ ഇരട്ടത്താപ്പിനി നടപ്പില്ല. സാംസ്കാരിക പൈതൃകമുള്ള ബംഗാളിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും മോദി സർക്കാർ തുരത്തുമെന്ന് ഷാ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മോദിജിയുടെ വികസന നയങ്ങളും അമിത്ഷായുടെ നിശ്ചയദാർഢ്യം ചേരുമ്പോൾ ബംഗാൾ സോനാർ ബംഗ്ല ആയി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് അമിത്ഷാ പുറത്തിറക്കിയ ഈ കുറ്റപത്രം മമതാ സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. 40 പേജുകളിലായി അക്കമിട്ട് നിരത്തിയ ഈ വസ്തുതകൾ ഓരോ ബംഗാളിയുടെയും ഉള്ളിൽ തീയുണ്ടാകും. അഴിമതിയും ഭീകരതയും നിറഞ്ഞ ഈ ഇരുണ്ട കാലഘട്ടം അവസാനിപ്പിക്കാൻ BJP ഒരുങ്ങിക്കഴിഞ്ഞു. കേന്ദ്രം നൽകുന്ന സൗജന്യ റേഷനും കിസാൻ സമ്മാൻ നിധിയും നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലെത്തുമ്പോൾ അത് തടയാൻ നോക്കുന്ന മമതയെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ദീദിയുടെ കളി ഇനി തീർന്നു, ഇനി മോദിയുടെ കളി തുടങ്ങുന്നു എന്ന മുദ്രാവാക്യം ഇന്ന് കൊൽക്കത്തയുടെ തെരുവുകളിൽ മുഴങ്ങുന്നത് ഒരു പുതിയ വിപ്ലവത്തിന്റെ തുടക്കമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാൻ ബംഗാൾ തയ്യാറെടുത്തു കഴിഞ്ഞു. സമാധാനവും വികസനവും ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് BJPയുടെ കൊടിക്കീഴിൽ ഒന്നിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.